ഹലോ മോട്ടോ മോട്ടോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എന്താണ് മക്കൾക്ക് കൊടുത്തു വിടുന്നതെന്നറിയാമോ? ബിരിയാണി. ഇന്നലെ ഞാനൊരു ഇത്തിരി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇത്തിരി ചിക്കനല്ല, ഒരു ചിക്കൻ വാങ്ങിച്ച് പിന്നെ രാത്രിത്തേക്ക് അപ്പവും ചിക്കനുമായിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പം അതിൽ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ട്. കുറച്ച് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു 3 കഷ്ണമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇനി കുറച്ചുകൂടി വാങ്ങിച്ചിട്ട് ബിരിയാണിയായിട്ട്. കുറേ നാളായി എൻ്റെ ചിക്കു ഉമ്മച്ചി സ്കൂളിൽ കൊണ്ടുപോകാൻ ബിരിയാണി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? ഇന്ന് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മക്കളെ 9 മണിയാവാനായാ? ഇപ്പം വെച്ചേരാം. അപ്പം മക്കളെ, എടി രായമ്മേ, നിനക്ക് കേസ് വരുന്നടി, ഇതാ പിടിച്ചോ. മോളെ ഇന്നലെ തിരുവനന്തപുരത്ത് വന്ന് എന്തിനു മോളെ? എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ. എനിക്ക് കേസുണ്ടാക്കി എത്ര കേസാടി നിന്റെ കൂടെ നിൽക്കണവന്. എത്ര കേസാടി. എന്തായാലും ആ ഭാഗത്ത് പോവും, ഒരു തർക്കവും ഇല്ല. എൻ്റെ പൊന്നു മോളെ, ആളുകളുടെ വൈകല്യം വെച്ച് കളിയാക്കാൻ പാടില്ലാന്ന് എത്ര തവണ ഞങ്ങൾ പറഞ്ഞു. നീ എന്ത് വിചാരിച്ച്? ഷെഫീന താത്ത അനങ്ങാണ്ടിരിക്കുന്ന വിചാരിച്ച് അവരേതോ വികലാംഗ ഓഫീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തല്ലേ. ഇന്നലെ എൻക്വയറി ആയിരുന്ന പൊന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്ന? അപ്പം പിന്നെ ഇനി ബാക്കിൽ നിന്ന് വേറെ വരണുണ്ട്. അവരെ വീട്ടിൻ്റെ അകത്ത് അതിക്രമിച്ച് കയറി വീഡിയോ എടുത്ത് പബ്ലിഷ് ആക്കിയതിന്. ഇത് മാത്രമല്ല, നിൻ്റെ എക്സ് ഭർത്താവ് ഉണ്ടല്ലോ, അവനും കൊടുത്തിട്ടുണ്ട്. അവൻ്റെ സ്വത്ത് വിവരങ്ങൾ പിന്നെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ കാമുകനെയും കൊണ്ട് അങ്ങേരെ വീട്ടിൻ്റെ അകത്തും കയറി. നിൻ്റെ പൊന്നോ എടി ക്രിമിനലിസം ആകാം, പക്ഷേ അത് എല്ലായിടത്തും ജയിക്കും എന്ന് വിചാരിക്കരുത് മോളെ. എന്നിട്ട് മുങ്ങി അടയ്ക്കുക. എന്തായാലും വന്നിട്ട് അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകും. മോളെ, നീ എന്നെ വെല്ലുവിളിച്ച് നിനക്ക് മഹ്റജ് അറിയാമോടി എന്ന്. എനിക്കറിയാം. ഞാൻ എന്നിട്ട് നിൻ്റെ അടുത്ത് പറഞ്ഞു നീ ആലിമാണെന്നാണ് ജനങ്ങളെ പറ്റിക്കുന്നത്. മോളെ, ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞിരുന്നോ? നീ എവിടെ? വീഡിയോ എവിടെ മോളെ? പറഞ്ഞിട്. ഇല്ല, ഇസ്ലാമിൻ്റെ മറ്റേ കൊമ്പത്തിരിക്കണം.